ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് മലബാർ സ്പെഷ്യൽ ബീഫ് പിടിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വഴറ്റിയിട്ടൊന്നല്ല ബീഫ് വേവിക്കുന്നത് കേട്ടോ. എല്ലാ മസാലകളും ചേർത്തതിന് ശേഷം നന്നായിട്ട് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് വേവിച്ചെടുക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 മീഡിയം സൈസ് സവാള, 1/2 കിലോ ഇറച്ചിയല്ലേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ 3 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. 4 പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു ചെറിയ തക്കാളി കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഈ മുളക് പൊടി പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. 1/4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ബീഫിൽ കുറച്ചേ ചേർക്കാറുള്ളൂ. പിന്നെ ഇപ്പോൾ ഇത് പിടിക്കായതുകൊണ്ട് നമ്മൾ തേങ്ങ ഒക്കെ അരച്ച് ചേർക്കുമല്ലോ, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂണോളം ഗരം മസാല, പിന്നെ 1 ടീസ്പൂൺ തന്നെ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, നമ്മൾ വഴറ്റിയിട്ടല്ലല്ലോ വെക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വേപ്പില കൂടിയും ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഇതേപോലെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. കുഴച്ചതിന് ശേഷം നമുക്ക് നോക്കി നോക്കാം ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം കേട്ടോ. ഇതിൽ കുറച്ച് മുളക് പൊടി കുറവുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഈ ടൈം കൊണ്ട് നമ്മൾ പിടി ഉണ്ടാക്കാനുള്ള മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിത് ശരിക്കും കറക്റ്റായിട്ടൊന്ന് അളന്നെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് അളന്നെടുത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിത് വാട്ടിയെടുക്കാനുള്ള വെള്ളം വെക്കാം. അപ്പോൾ കടായി വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് വറുത്ത പൊടിയാണ് കേട്ടോ. വറുത്ത പൊടിയാണെങ്കിൽ കൂടുതൽ വെള്ളം വേണം. ഇത് നല്ലൊരു പൊടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ 2.5 കപ്പ് എടുക്കൽ. സാധാരണ എടുക്കൽ 2.25 കപ്പ് വെള്ളമാണ് വറുത്ത പൊടിക്ക് എടുക്കൽ. ഇതിന് അത്ര തന്നെ വേണ്ട, അപ്പോൾ അതുകൊണ്ട് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളത് അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊടി ഇടുമ്പോൾ. അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഇതാ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടി ഇട്ട് കഴിഞ്ഞാൽ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണ പോലെ തന്നെ അപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ട. ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇത് ശരിക്കും പത്തിരിക്ക് നമുക്ക് വാട്ടിയെടുക്കണ പോലെ തന്നെ അത് വാട്ടിയെടുക്കുക തന്നെ അതുള്ളൂ പണി. അപ്പോൾ നന്നായിട്ട് ഇതേപോലെ തന്നെ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നമുക്ക് കിട്ടും. വെളിച്ചെണ്ണ ഒക്കെ നമ്മൾ ഒഴിച്ചു കൊടുത്ത കാരണം തന്നെ ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് മിക്സായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കണ്ട് ഓഫ് ചെയ്യാം. ഇനി ഇത് അടച്ചു വെക്കുക കേട്ടോ. ആവിയിൽ കിടന്നിട്ട് ഒന്നുകൂടെ ആയി കിട്ടട്ടെ. പിന്നെ ആ ടൈം കൊണ്ട് തന്നെ ബീഫ് നമുക്ക് വേവാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റോളം വേവിച്ചെടുക്കുക. ഇനി ഇത് രണ്ടും ആയി വരുന്ന ടൈം കൊണ്ട് ഇതിലേക്കുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂണോളം പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ഇതങ്ങ് അരച്ച് വെക്കുക. അപ്പോഴേക്കും നമ്മളെ പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ പത്തിരി ചുട്ടെടുക്കുന്ന പാനിൽ ഇട്ടിട്ടാണ് ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ ഭയങ്കര ഈസിയാണ്. പെട്ടെന്ന് തന്നെ ഒരു 2 മിനിറ്റ് കൂടെ വേണ്ട, അപ്പോഴേക്കും അത് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഇത് പത്തിരിക്കാണെങ്കിൽ ഏറ്റവും സുഖമാണ് കേട്ടോ. അത് കുഴച്ചെടുക്കലും ചുടലും ഇതിൽ തന്നെ ആക്കുമ്പോൾ നമുക്ക് 2 പാത്രം എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആണെങ്കിൽ ഈ പാന് ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കഴുകിയെടുക്കണ്ട.
കാരണം ഇതിലൊന്നും ഒട്ടിപ്പിടിക്കില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുഴച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിടി ഉണ്ടാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോന്നും ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് റെഡിയാക്കിയിട്ട് വെക്കുന്നത് നമുക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഈസി ആയിരിക്കും കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നും പിടിയാക്കിയിട്ട് എടുക്കാം. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ ടൈപ്പിലാണ് പിടി ഉണ്ടാക്കുക. ഞാനും ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് കേട്ടോ. ഇതാണ് എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. ചിലരിങ്ങനെ ഉരുട്ടിയിട്ട് പിന്നെ കൈൻ്റെ വിരൽ കൊണ്ട് ഒരു പ്രസ് കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. എനിക്കിതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കുറച്ച് അരിപ്പൊടി വെതറി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ചിങ്ങനെ ആക്കിയിട്ട് വരുമ്പോൾ അതിൻ്റെ മീതെ ഇങ്ങനെ ഒന്ന് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പിടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി ഇത് ഒരിക്കലും ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അത് വെള്ളത്തിലിട്ടിട്ടും വേവിച്ചെടുക്കുക. പക്ഷേ ഇത് നമ്മൾ ഒരിക്കൽ വെന്ത് വന്നതാണല്ലോ മാവ്, നമ്മൾ പത്തിരിക്ക് വാട്ടുന്ന പോലെ വാട്ടിയെടുത്തിട്ടില്ല ഇങ്ങനെ ചെയ്തേക്കണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇത് നമ്മളിങ്ങനെ ആവി കയറ്റി കൊടുത്താൽ മതി. ഇതാണ് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു 20 മിനിറ്റോളം ഒന്ന് ആവി കയറ്റി കൊടുക്കുക. വെള്ളത്തിലിട്ട് വേവിക്കുകയാണെങ്കിൽ 10 മിനിറ്റ് മതി. ഇതിപ്പോൾ ആവി കയറ്റുന്ന കാരണം 20 മിനിറ്റോളം നമ്മൾ വെച്ചിരിക്കണം. ഇപ്പോൾ പിടി ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇതാ പാനിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലാകുമ്പോഴാണ് നമുക്ക് മിക്സ് ചെയ്യാനൊക്കെ എളുപ്പം. അതുകൊണ്ടാണ് കുക്കറിലിട്ടിട്ട് ചെയ്യാത്തത്. ഇനി നമ്മളിതിലേക്ക് കുക്കറിലേക്ക് തന്നെ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചിട്ട് അതുകൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് പിടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് തവി വെച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഉടഞ്ഞു പോകുന്നില്ല, കാരണം 2 വേവ് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ടിട്ട് മാവ് വാട്ടിയെടുത്ത് പിന്നെ സ്റ്റീം ചെയ്തിട്ട് എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെന്തായാലും മിക്സ് ചെയ്യുമ്പോൾ ഉടഞ്ഞു പോകുന്നില്ല കേട്ടോ. നല്ല വെന്തിട്ടുള്ള പിടിയല്ലേ. ഇനി നമുക്ക് ഇതിലത്തെ ഈ ബീഫിൻ്റെയും മസാല ഒക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ഈ പിടിയിൽ പിടിച്ച് കിട്ടിയാൽ നമുക്ക് പിന്നെ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുമ്പോൾ പിന്നെ മിക്സി കഴുകിയിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഒരളവാണ്. ഇത് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ അടച്ചു വെച്ചിട്ട് ഇതാക്കിയ ഒന്നും ചെയ്യേണ്ട, തവി വെച്ചിട്ട് തന്നെ അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ പിടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊന്ന് തൂമിച്ചൊഴിക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ച് എണ്ണ ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചുവക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല സ്വാദിഷ്ടമായിട്ടുള്ള പിടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിലൊന്ന് ഇറച്ചിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറി വെച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് ഇതേപോലെ ചെയ്താൽ മതി. പത്തിരിക്ക് വാട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മാവ് ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഇതിനായിട്ട് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല. ഇറച്ചി ബാക്കി ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് പിറ്റേ ദിവസം അങ്ങനെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.